സ്നേഹസമ്പന്നരായ എല്ലാ മാന്യപ്രേക്ഷകർക്കും മറ്റെല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ DMJ മിനിസ്ട്രീസ് ചാനൽ നടത്തുന്ന എല്ലാ വീഡിയോകളും കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ, കമൻറ്റുകൾ, ഷെയർ ഇനിയും പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിലുള്ള 10-15 എപ്പിസോഡുകൾ ബൈബിളിൻ്റെ വൈവിധ്യങ്ങളെയും ബൈബിളിൻ്റെ വിശേഷതകളെയും പറ്റി ഒക്കെ ഒരു വിശദമായ പരിചയപ്പെടുത്തൽ നടത്തിയിരുന്നു. അതിനുശേഷം 4 തരത്തിലുള്ള വിശ്വാസത്തെപ്പറ്റിയും വിശ്വാസത്തിൽ വളരുന്നതിനെപ്പറ്റിയും വിശദമായി നാം ചിന്തിച്ചു. ഇനിയും ബൈബിളിനകത്തുള്ള പ്രധാനമായ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചുറ്റും മാത്രമല്ല ലോകം എമ്പാടും നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ സംഭവ വികാസങ്ങൾ സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയപരമായും നടക്കുന്ന ഗതിവിധികൾ അത് മനുഷ്യരാശിയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഈ സംഭവങ്ങളുമായി ബൈബിളിന് എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ TV ചാനലിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധം. ഇസ്രായേലിനെതിരായി പലസ്തീൻ, ഉഗ്രവാദി സംഘടനയായ ഹമാസ്, ലെബാനോൻ, സിറിയ, ഇറാൻ, ഹെസ്ബുള്ള, തുർക്കി ഇവരെല്ലാവരും ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നാം നോക്കുകയാണെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം, ചൈനയും തൈവാനും തമ്മിൽ യുദ്ധം, ചൈനയും ഹോങ്കോങ്ങും തമ്മിൽ സംഘർഷം, നോർത്ത് കൊറിയ സൗത്ത് കൊറിയ സംഘർഷം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നം, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ സംഘർഷം, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആഭ്യന്തര കലഹം. ഇതുകൂടാതെ വൻ ശക്തികളായ അമേരിക്കയും റഷ്യയും രംഗത്തുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാ ന്യൂസ് ചാനലുകളും പത്രങ്ങളും സോഷ്യൽ മീഡിയകളും എല്ലാം അവരുടെ മുഖ്യ വാർത്തയായി പ്രത്യക്ഷപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഈ യുദ്ധങ്ങളും സംഘർഷങ്ങളുമൊക്കെ 3-ാം ലോകമഹായുദ്ധത്തിലേക്കാണോ പോകുന്നത് എന്ന് എല്ലാവരും സംശയം പ്രകടിപ്പിക്കുന്നു. എല്ലാ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രങ്ങളും അങ്ങനെയൊന്ന് മുന്നിൽ കാണുന്നു. ഈ യുദ്ധങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ രാഷ്ട്രങ്ങളും തങ്ങളുടെ സൈന്യശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി പുതിയ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പുതിയ മിസൈൽ ടെക്നോളജി വികസിപ്പിക്കുന്നു. റഡാറിൽ പതിയാത്ത വിധമുള്ള പുതിയ പുതിയ ഫൈറ്റർ ജെറ്റുകൾ, ഡ്രോണുകൾ വികസിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ശേഖരണങ്ങൾ നടത്തുമ്പോഴും മറുസൈഡിൽ 3-ാം ലോകമഹായുദ്ധം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ലോക സംഘടനകൾ പല സ്ഥലത്തും പല ശാന്തി വാർത്തകൾ നടത്തുന്നു. ഈ വിഷയത്തിൽ എൻ്റെ കൈവശമുള്ള സത്യവേദ പുസ്തകം എന്തു പറയുന്നു എന്ന് പരിശോധിക്കാം. ഈ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ എന്തൊക്കെ ഗതിവിധികളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നത്, എന്തൊക്കെ ഗതിവിധികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനിയും വരാനിരിക്കുന്ന സമയത്ത് എന്തൊക്കെ നടക്കും എന്നുകൂടെ നാം നോക്കുന്നതായിരിക്കും. ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ബൈബിളിനെ വിലയിരുത്തുകയല്ല, മറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങളെ ആസ്പദമാക്കി ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയാൻ പോകുന്നത് ഒന്നും എൻ്റെ പ്രവചനങ്ങളോ വിശ്ലേഷണങ്ങളോ അല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മഹാന്മാരായ ദൈവദാസന്മാർ
ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായിട്ട് ആത്മാവിൽ പ്രവചിച്ച കാര്യങ്ങൾ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മൂന്നാം ലോകമഹായുദ്ധത്തെ പറ്റി കേൾക്കുമ്പോൾ അനേക ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉദിച്ചു വരുമായിരിക്കും. ഒന്നാമത്, മൂന്നാം ലോകമഹായുദ്ധം യഥാർത്ഥത്തിൽ നടക്കുമെന്നുള്ളതിന് എന്താണ് തെളിവ്? രണ്ടാമതായിട്ട്, മൂന്നാം ലോകമഹായുദ്ധം നടക്കുകയാണെങ്കിൽ അതിനുള്ള കാരണം എന്തായിരിക്കും? മൂന്നാമതായിട്ട്, മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലം എന്തായിരിക്കും? നാലാമത്, മൂന്നാം ലോകമഹായുദ്ധം എവിടെയാണ് നടക്കുക? അഞ്ചാമതായിട്ട്, മൂന്നാം ലോകമഹായുദ്ധം എപ്പോൾ നടക്കും? ആറാമത്, മൂന്നാം ലോകമഹായുദ്ധത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് പങ്കെടുക്കുക? ഏഴാമതായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഫലം എന്തായിരിക്കും? എട്ടാമത്, മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം എന്ത് ഭവിക്കും? ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം അറിയണമെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ തുടർച്ചയായി അവസാനത്തെ എപ്പിസോഡ് വരെ കാണണം. വീണ്ടും ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുന്നു. ഭാവി കാര്യങ്ങളെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാൻ ഞാനൊരു പ്രവാചകനല്ല. നിങ്ങളെ ബുദ്ധി ഉപദേശിക്കാൻ ഞാനൊരു വിദ്വാനുമല്ല. സർവശക്തനായ ദൈവം തൻ്റെ അഭിഷിക്തന്മാരായ പ്രവാചകൻ മുഖാന്തരം സമയാസമയങ്ങളിൽ ഈ ലോകത്തിൻ്റെ ഭാവിയെപ്പറ്റിയും അതിൽ അധിവസിക്കുന്ന മനുഷ്യൻ്റെ ഭാവിയെപ്പറ്റിയും ദൈവത്തിനുള്ള പദ്ധതി മുന്നവേ എഴുതി നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തിനെന്നാൽ അവയെ നാം പരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ട് നാം ഇപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങളും ഈ ലോകത്തിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ സംഭവങ്ങളെപ്പറ്റി താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. ഈ ലോകത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒന്നും തന്നെ യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സനാതനായ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് എല്ലാം ഇവിടെ സംഭവിക്കുന്നത്. ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത പ്രവചന പ്രകാരമാണ് എല്ലാം സംഭവിക്കുന്നത്. ഇത് പ്രമാണപ്പെടുത്താൻ ആനുകാലികമായി സംഭവിച്ചതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനുള്ളതുമായ സംഭവങ്ങൾ വിശുദ്ധ ബൈബിളിലെ വചനങ്ങളുമായി താരതമ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ആത്മീയ വിഷയമായതുകൊണ്ട് എൻ്റെ ഒരപേക്ഷ നിങ്ങളോടുള്ളത്, നിങ്ങളും പ്രാർത്ഥനയോടുകൂടി പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ ശ്രദ്ധയോടെ ശ്രവിക്കുക. നമ്മുടെ കർത്താവായ യേശു നമ്മോട് പറയുന്നു, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. നമ്മുടെ വിഷയം സഭകൾക്കുള്ള അന്തിമ സന്ദേശം എന്നതാണല്ലോ. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവചനങ്ങൾ ഇന്ന് ഭൂമിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ചേർത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതിനായി ബൈബിളിലെ ഒരു വചനം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പീൻ, സൂക്ഷിച്ചുകൊള്ളുകയും. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും. ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒന്നും നിങ്ങൾ അറിയാത്തവരല്ല. ഉക്രൈൻ റഷ്യ യുദ്ധം ഏകദേശം 3 വർഷമായി തുടരുന്നു. യഥാർത്ഥത്തിൽ ഈ യുദ്ധം 20 ഫെബ്രുവരി 2014 തുടങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഒക്ടോബർ 17, 2023 തുടങ്ങിയതാണ്. അതിപ്പോഴും തുടരുന്നു. ആ യുദ്ധം ഇപ്പോൾ വ്യാപകമായിട്ട് ഇസ്രായേൽ ഹമാസുമായിട്ടുള്ള യുദ്ധം,
ഇസ്രായേൽ ഹെസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധം, ഇസ്രായേൽ ലെബനോനുമായിട്ടുള്ള യുദ്ധം, ഇസ്രായേൽ സിറിയയായിട്ടുള്ള യുദ്ധം, ഇസ്രായേൽ തുർക്കിയുമായിട്ടുള്ള യുദ്ധം, ഇസ്രായേൽ ജോർദാനുമായിട്ട് വിട്ടുമുട്ടുന്നു, ഇസ്രായേൽ ഇറാൻ വരെ എത്തി നിൽക്കുന്നു. പിന്നിൽ നിന്ന് സഹായിക്കാൻ ഒരു പക്ഷത്ത് അമേരിക്കയും മറുപക്ഷത്ത് റഷ്യയും. നമ്മുടെ ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ചൈന ഇപ്പോഴും ഇടച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും സ്വൈര്യത്തിലല്ല. കൂടാതെ ബംഗ്ലാദേശിൽ ആഭ്യന്തര കലഹം. ചൈന തൈവാനെ ആക്രമിക്കാൻ വേണ്ടി തൈവാനെ വളഞ്ഞു കഴിഞ്ഞു. പിന്നെ നോക്കിയാൽ ചൈനക്കാർ ഹോങ്കോങ് അവരുടേതാണെന്ന് അവകാശം പറഞ്ഞുകൊണ്ട് അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ആഫ്രിക്കൻ ദേശങ്ങളിൽ എല്ലാം തന്നെ ആഭ്യന്തര കലഹം നടക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തുള്ള രാഷ്ട്രങ്ങളൊക്കെയും ഒന്നിന് മറ്റൊന്ന് ശത്രുതയിൽ നിൽക്കുന്നു. ദൈവവചനം പറയുന്നു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. അതിൻ്റെ അർത്ഥം ഇതൊന്നും കേട്ടുകൊണ്ട് ചഞ്ചലപ്പെടരുത്. കാരണം ഇത് നടക്കേണ്ടത് തന്നെയാണ്. അത് നടന്നേ തീരും. ഒരു വചനം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുന്നു, വരാനിരിക്കുന്ന സംഭവവികാസങ്ങളൊക്കെ പ്രവചന രൂപത്തിൽ നിങ്ങളുടെ മുൻപിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അതിനെ പരിശോധിക്കണം, അതിനെപ്പറ്റി ചിന്തിക്കണം. അതിനുശേഷം നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഒരു സത്യം നിങ്ങളോട് പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് ഇനി അധികം സമയമില്ല. കാരണം കഴിഞ്ഞ 2000-2500 വർഷങ്ങളായി പൂർത്തീകരിക്കാതെ കിടന്ന പ്രവചനങ്ങളൊക്കെ ഇപ്പോൾ ഈ നൂറ്റാണ്ടിൽ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിവർത്തിച്ചതും ഇനി നിവർത്തിക്കാൻ ഉള്ളതുമായ സംഭവങ്ങൾ ബൈബിളിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നതെന്നും അതോട് അനുബന്ധിച്ചുള്ള വിശദീകരണങ്ങളും പ്രസ്താവിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഈ ലോകത്തിലെ ഏതൊരു വിഷയമെടുത്താലും അതിനെപ്പറ്റിയുള്ള മിക്ക പ്രവചനങ്ങൾ നിവൃത്തിയാകാതെ കിടന്നിരുന്നു. അങ്ങനെയുള്ള പ്രവചനങ്ങൾ ഈ കാലയളവിൽ ഒരേ സമയത്ത് എല്ലായിടങ്ങളിലും നിവൃത്തിയാകുന്നത് എന്തുകൊണ്ട്? നമുക്ക് ബൈബിളിലെ ഒരു വചനം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. ഇതിൻ്റെ വിശദീകരണമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.